താരസംഘടന അമ്മയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളിൽ നടി അൻസിബ ഹസൻ കൊടുത്ത പരാതിയിൽ പോലീസ് നടപടികൾ ഉടൻ. അൻസിബ മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതി ഇന്നലെ പോലീസിന് കൈമാറി. ലക്ഷ്മി പ്രിയയ്ക്കും തൃപ്പൂണിത്തുറ പോലീസ് സ്റ്റേഷനിലെ വനിതാ SI രേഷ്മയ്ക്കുമെതിരെ കേസെടുക്കണമെന്നും ഇവരിൽ നിന്ന് 1 കോടി രൂപ നഷ്ടപരിഹാരം ഈടാക്കി തനിക്ക് നൽകണമെന്നുമാണ് പരാതിയിലെ ആവശ്യം. അൻസിബയെയും പരാതിയുള്ള മറ്റുള്ളവരെയും കേൾക്കാൻ തയ്യാറായ അമ്മ നേതൃത്വം അൻസിബ മുന്നോട്ട് വെച്ച ആവശ്യം ഇതുവരെ പരിഗണിച്ചിട്ടില്ല. ആഭ്യന്തരമന്ത്രിക്ക് നടി അൻസിബ നൽകിയ പരാതി പോലീസ് മേധാവിക്ക് കൈമാറിയിരിക്കുകയാണ്. പോലീസ് മേധാവി ഉടനെ തന്നെ കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർക്ക് ഈ പരാതി കൈമാറുമെന്നാണ് അറിയാനായി സാധിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ ഏത് പരിധിയിലാണ് ഈ കേസ് വരുന്നതെന്ന് പരിശോധിച്ച ശേഷമായിരിക്കും അങ്ങോട്ടേക്ക് അയക്കുക. നിലവിൽ അൻസിബ പരാതി നൽകിയിരിക്കുന്നത് 2 പേർക്കെതിരെയാണ്. ഒന്ന് ലക്ഷ്മിപ്രിയ, നടി ലക്ഷ്മിപ്രിയ അൻസിബയ്ക്കെതിരെ തൃപ്പൂണിത്തുറ പോലീസിൽ ഒരു പരാതി നൽകിയിരുന്നു. ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ അതൊരു വ്യാജ പരാതിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ലക്ഷ്മിപ്രിയയ്ക്കും, അതോടൊപ്പം തന്നെ അന്ന് പരാതിയെ തുടർന്ന് തന്നെ വിളിപ്പിച്ച വനിതാ SI ആയിട്ടുള്ള രേഷ്മ, തൃപ്പൂണിത്തുറയിലെ SI രേഷ്മ തന്നെയോട് മോശമായി പെരുമാറി 3 മണിക്കൂർ തന്നെ മാനസികമായി വല്ലാതെ ബുദ്ധിമുട്ടിപ്പിച്ച ശേഷമാണ് ഖേദപ്രകടനം തന്നിൽ നിന്നും എഴുതി വാങ്ങിച്ചത്. അതിൻ്റെ ഒരു സാഹചര്യത്തിൽ നഷ്ടപരിഹാരം നൽകണം എന്നുകൂടിയാണ് അൻസിബ നൽകിയിരിക്കുന്ന പരാതിയിൽ പറയുന്നത്. 1 കോടി രൂപ നഷ്ടപരിഹാരം നൽകണം ഇരുവരും ചേർന്നുമെന്ന് കൂടി പരാതിയിൽ പറയുന്നുണ്ട്. എന്നാലും അൻസിബ നൽകിയ പരാതി വിശദമായി പരിശോധിച്ച ശേഷം തുടർ നടപടികൾ സ്വീകരിച്ചാൽ മതിയാകുമെന്നാണ് ഇപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥരുടെ തീരുമാനം. അതോടൊപ്പം തന്നെ അൻസിബ മറ്റൊരു പരാതി ടിനി ടോമിനെതിരെ അമ്മ സംഘടനയ്ക്കുള്ളിൽ നൽകിയിട്ടുണ്ട്. ആ പരാതി കേൾക്കുന്നതിന് പ്രത്യേക സമിതി വേണമെന്നൊരു ആവശ്യത്തെ പൂർണ്ണമായും തള്ളുകയാണ് അമ്മ. കാരണം അങ്ങനെ ഒരാൾക്ക് വേണ്ടി മാത്രം ഒരു കീഴ്വഴക്കം വന്നു കഴിഞ്ഞാൽ മറ്റുള്ളവരെല്ലാവരും ഇതുപോലുള്ള ആവശ്യവുമായി മുന്നോട്ട് വരും. അൻസിബയുടെ പരാതി കൃത്യമായി തന്നെ പ്രസിഡന്റും ഒപ്പം കമ്മിറ്റിയിലെ അംഗങ്ങളും കേൾക്കുമെന്ന് പറയുന്നുണ്ട്. പക്ഷേ ആ കമ്മിറ്റിയിൽ തനിക്ക് വിശ്വാസമില്ല, തനിക്ക് നീതി ലഭിക്കുകയില്ല എന്നാണ് അൻസിബയും പറയുന്നത്. സംസ്ഥാനത്ത് മഴ മുന്നറിയിപ്പിൽ മാറ്റം. 8 ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, മലപ്പുറം, കോഴിക്കോട് ജില്ലകളിലാണ് മുന്നറിയിപ്പ്. നാളെ 6 ജില്ലകളിലും യെല്ലോ അലർട്ടുണ്ട്. ബംഗാൾ ഉൾക്കടലിലും അറബിക്കടലിലും രൂപപ്പെട്ട ചക്രവാത ചുഴിയുടെയും പടിഞ്ഞാറൻ കാറ്റിന്റെയും സ്വാധീന ഫലമായാണ് സംസ്ഥാനത്ത് മഴ കനക്കുന്നത്. തിരുവനന്തപുരം പ്രസ് ക്ലബിന് മുന്നിൽ അപകടകരമായ അവസ്ഥയിൽ നിന്ന് മരം ഒടിഞ്ഞ് റോഡിലേക്ക് വീണു. സ്കൂട്ടർ യാത്രക്കാരി രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്കാണ്. അപകടത്തിൽ പ്രസ് ക്ലബ്ബ് ക്യാന്റീൻ ഭാഗികമായി തകർന്നു. റോഡിൽ അധികം വാഹനങ്ങൾ ഇല്ലാതിരുന്നതിനാൽ വൻ ദുരന്തം ഒഴിവായി. തിരുവനന്തപുരം പ്രസ് ക്ലബിന് സമീപത്തെ മരമാണ് ഇപ്പോൾ കടപുഴകി വീണ വലിയൊരു അപകടത്തിൽ നിന്നും തലനാരേക്ക് യുവതി രക്ഷപ്പെട്ടത്. ഈ റോഡ് വഴി സഞ്ചരിച്ചുകൊണ്ടിരുന്ന ഇലക്ട്രിക് വാഹനത്തിലെ സ്കൂട്ടറിലെ യുവതിക്കാണ് മിനിറ്റുകളുടെ അതായത് വളരെ ചെറിയൊരു സമയത്തിന്റെ ഒരു ഭാഗ്യം കൊണ്ട് മാത്രം രക്ഷപ്പെട്ടു പോവുകയായിരുന്നു. ഈ മരം കടപുഴകി വീണത് പ്രസ് ക്ലബ് കെട്ടിടത്തിന്റെ ക്യാന്റീൻ പ്രവർത്തിക്കുന്ന ഭാഗത്തേക്കാണ്. ആ ഭാഗത്തും ആ സമയത്ത് ഭാഗ്യവശാൽ അധികം ആൾക്കാരുണ്ടായിരുന്നില്ല. വളരെ പതുക്കെയാണ് മരം കടപുഴകി വീണത്. അതുകൊണ്ട് തന്നെ ആൾക്കാർക്ക് അവിടെ നിന്ന് മാറാനൊരു സമയം കിട്ടി. കഴിഞ്ഞ തവണയും ഇതേ ഒരു സമയത്ത്, അതായത് മഴക്കാലം ആരംഭിക്കുന്ന സമയത്ത് ഈ കെട്ടിടത്തിന് ചേർന്ന മറ്റൊരു അപകടസ്ഥിതിയിലുള്ള ഒരു മരവും കടപുഴകി വീണിരുന്നു. അതിനുശേഷം ചാഞ്ഞു നിൽക്കുന്ന മരങ്ങൾ ചിലതൊക്കെ ഈ ഒരു കോർപ്പറേഷൻ അധികൃതരടക്കം മുറിച്ചു മാറ്റുകയും ചെയ്തിരുന്നു. ഇത്തവണ അത് വലിയൊരു അപകടത്തിൽ നിന്നാണ് ഈ സ്കൂട്ടർ യാത്രക്കാരെയും ഈ ക്യാന്റീനിൽ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരും തലനാരിയൊക്കെയാണ് രക്ഷപ്പെട്ടതെന്ന് പറയാം. കാരണം വളരെ തിരക്കേറിയ ഒരു റോഡാണ്. ഇന്ന് വലിയ രീതിയിലൊരു തിരക്കില്ലാത്തതുകൊണ്ട് മാത്രമാണ് ഇവിടെ അപകടം വലുതാവാതിരുന്നത്. മാത്രമല്ല ഈ ഭാഗത്താണ് കൂടുതൽ വാഹനങ്ങളും സെക്രട്ടേറിയറ്റിലേക്ക് വരുന്ന കൂടുതൽ വാഹനങ്ങളടക്കം നിർത്തിയിടുന്ന ഒരു മേഖലയാണ്. അതുകൊണ്ട് തന്നെ ആൾക്കാരുടെ ദേഹത്തേക്ക് വീഴുകയോ മറ്റ് വാഹനത്തിന്റെ മുകളിലേക്ക് വീഴുകയോ ചെയ്തിരുന്നെങ്കിൽ വലിയൊരു അപകടവും ജീവഹാനി അടക്കം ഉണ്ടാകാൻ സാധ്യതയുണ്ടായിരുന്നു. അതിൽ നിന്നാണ് ഇപ്പോൾ തലനാരയ്ക്ക് ഇപ്പോൾ ആ യാത്രക്കാരിയും ഒപ്പം ക്യാന്റീനിൽ ഉണ്ടായിരുന്ന ആൾക്കാരും രക്ഷപ്പെട്ടത്. ക്യാമറമാൻ വിനോദിനോടൊപ്പം സാരംഗ് സുധാകരൻ, ന്യൂസ് 18 തിരുവനന്തപുരം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.